ഞാനിപ്പോൾ ഇവിടെ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഹോസ്റ്റൽ റൂമിലായിരിക്കും. ഇവിടെ 3 പേര് ഷെയർ ചെയ്യാണ്. 3 പേര് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ കീറിയതും ഇങ്ങനെയൊക്കെ ആയ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത്തരത്തിലൊരു സംഭവമുണ്ട്. ഈ ഒരു ചെറിയൊരു ഇതാണ്, അത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും ബാക്ക്ഗ്രൗണ്ടിനെ ജസ്റ്റ് ഒന്ന് വേണേൽ പ്ലേസ് ചെയ്യാം. ഇതൊരു ഉദാഹരണം പറയുവാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ കളറും ഉണ്ട്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗോൾഡൻ ഒരു കളറിൽ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് രസമില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാനിവിടെ ഇത് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക സമയത്ത് ഞാൻ ബ്ലാക്കാണ് തൂക്കിയിടുന്നത്. ബ്ലാക്ക് തൂക്കിയിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് പുറകുന്ന് വരുന്ന ലൈറ്റ് കട്ട് ചെയ്യുകയും കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ വീഡിയോയ്ക്ക്. ഇന്ന് ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രണ്ടിലും ബാക്കിലുമാണ് ലൈറ്റ് ഉള്ളത്. ഇത് സാധാരണ റൂമായതുകൊണ്ട് ബാക്കിലും പിന്നെ ഇവിടെയാണ് ലൈറ്റ് ഉള്ളത്. ഈ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇത് ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അത്യാവശ്യം വൃത്തിയുള്ളൊരു ഔട്ട് കിട്ടണേ. ഇതിപ്പോൾ ഫേസിലേക്ക് ലൈറ്റ് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ പുറകിലുള്ള ലൈറ്റ് കട്ട് ചെയ്ത് ഫേസിലേക്ക് ലൈറ്റ് വരികയും വൃത്തിയുള്ള ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും ബ്ലാക്ക് മാത്രം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ രീതിയിലൊരു ഇത് വരും. ഇനി ആ ബ്ലാക്കിലേക്ക് കുറച്ച് ബ്ലർ ഇടുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിനൊരു വൃത്തി വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പ് ഉപയോഗിക്കാം. ഇങ്ങനെ ബാക്ക് ഡ്രോപ്പ് ഉപയോഗിക്കുമ്പോൾ കാരണം ഈ ബാക്ക് ഡ്രോപ്പ് ബ്ലാക്ക് വരുമ്പോൾ രസമായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ കീറിയതോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ബോക്സൊക്കെ മുകളിൽ വരുമ്പോൾ അതൊരു ഭംഗിക്ക് കുറവുണ്ടാവും. ഭംഗിക്ക് കുറവെന്ന് വെച്ചാൽ അതൊരു ശരിക്കൊരു നമ്മുടെ ഒരു പ്രീമിയം ഒരു ഇതിനെ ലുക്കിനെ ബാധിക്കും. അപ്പോൾ പിന്നെ ലൈറ്റിങ് വരുമ്പോഴും ഉണ്ട്. അപ്പോൾ കീറിയ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു പ്രീമിയം ഇതിനെ ബാധിക്കും. ഒരു ലുക്ക് ഒരു പ്രീമിയം ലുക്ക് ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഫീൽ വരില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മിനിമൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രണ്ടിൽ നിന്നൊരു ലൈറ്റ്, ഒരു സൈഡിൽ നിന്നൊരു ബ്ലൂ ഓർ റെഡ് എന്നുള്ള രീതിയിൽ ലൈറ്റ് കൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി ഭംഗിയിൽ ഒരു സിനിമാറ്റിക് ലുക്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു ഫ്രെയിം അറേഞ്ച് ചെയ്യാം. ഇത് വലിയ പ്രൈസ് റേഞ്ച് ഇല്ലാത്തൊരു ലൈറ്റാണ്. ഇത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി ലൈറ്റ് കിട്ടും. ചെറിയ വീഡിയോകൾക്ക് മൊബൈൽ ഷൂട്ട് അതുപോലെ ലാപ്ടോപ്പ് ഷൂട്ടിന് നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ഇത് ഈ ഒരു ലൈറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ ഗിംബലിൻ്റെ എനിക്ക് ക്യാമറ ഉള്ള ഗിംബലിൻ്റെ ഒരു സ്റ്റാൻഡാണ് വെച്ചിട്ടുള്ളത്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് ലൈറ്റിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈറ്റ് നമുക്ക് ഇപ്പോൾ ഒരു മഞ്ഞ ലൈറ്റ് കൂടി ആണെങ്കിൽ ഇനി അതിൻ്റെ ഒരു ഔട്ട് എങ്ങനെ മുന്നിൽ നിന്ന് വെള്ള ലൈറ്റും സൈഡിലൊരു മഞ്ഞ ലൈറ്റും വരുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാം. ഒരു ഔട്ട് വരുന്നത് ഈ രീതിയിൽ പകുതി ഒരു നിഴൽ കൂടി വരുവാണെങ്കിൽ ഒരു സിനിമാറ്റിക് ലുക്കാണ് വരിക. ശരിക്കും മിക്ക സിനിമയിലും ഈ രീതിയിലാണ് സിനിമാറ്റിക് ലുക്ക് ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. കണ്ടോ, അതായത് സ്ട്രൈറ്റ് ഇങ്ങനെ ലൈറ്റ് കൊടുക്കുന്നതിനേക്കാൾ ഒരു ചെറിയൊരു ഷാഡോ, ഇതിപ്പോൾ ഒരു നീലയോ ഒരു കളറോ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഈ രീതിയിലൊരു ലൈറ്റ് അറേഞ്ച് ചെയ്താൽ ഭംഗി ഉണ്ടാകുന്നൊരു സജഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാനിങ്ങനെ അയക്കാം. അപ്പോൾ മറ്റേ ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് മുഖത്തേക്ക് ഒരു ലൈറ്റ്, എന്നാൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് വരുമ്പോൾ സിനിമാറ്റിക്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഇപ്പോൾ നമുക്കുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും.